الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فإن مع العسر يسرا إن مع العسر يسرا ബഹുമാനമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹുവിന്റെ ദീനിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നമ്മൾ ഓരോരുത്തരോട് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരായ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ പലപ്പോഴും പല പ്രതീക്ഷകളും ആഗ്രഹങ്ങളും വെച്ച് പുലർത്തുന്നവരാണ് നാം ഓരോരുത്തരും. അതെല്ലാം പ്രതീക്ഷിച്ചതുപോലെ
ചിലപ്പോൾ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ഒരുപക്ഷെ നാം പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്ന് എന്നു വന്നേക്കാം. ആ പ്രതീക്ഷ നമ്മുടെ കുടുംബ ജീവിതത്തിലായേക്കാം, നമ്മളുടെ മക്കളുടെ കാര്യത്തിലായേക്കാം, നമ്മളുടെ ജോലിയുടെ അതല്ലെങ്കിൽ നമ്മളുടെ ബിസിനസിന്റെ കാര്യത്തിലായേക്കാം, സാമ്പത്തിക രംഗത്തോ സാമൂഹിക രംഗത്തോ ഏത് മേഖലയിലായാലും നാം പലപ്പോഴും പല പ്രതീക്ഷകളും വെച്ചു പുലർത്താറുണ്ട്. ഇത്തരം പ്രതീക്ഷകൾ വെച്ചു പുലർത്തുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായി പ്രതീക്ഷകൾ നടക്കാതെ വരുമ്പോൾ മനുഷ്യർ അശക്തരാവാറുണ്ട്, മാനസികമായി തളരാറുണ്ട്. അതാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും മനസ്സിന് ബലം നൽകുകയും കരുത്തു നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത്. ആമുഖമായി ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ വെച്ചത് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഈ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാനാണ്. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ 5 അടയാളങ്ങളാണ് മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. റസൂലുള്ള പറയുകയാണ്, അൽ മുഅ്മിനു ഖവിയ്യുൻ ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനി ളഈഫ്. അൽ മുഅ്മിനു ഖവിയ്യുൻ, ഏറ്റവും ശക്തനായ ഒരു വിശ്വാസി എന്ന് പറയുന്നത്, കരുത്തുള്ള ശക്തിയുള്ള ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഖൈറുൻ വഅഹബ്ബുൻ, അവരെ എല്ലാം അല്ലാഹുവിന്റെ ഇഷ്ടപ്പെടും, അല്ലാഹു അവരെ ഇഷ്ടപ്പെടുന്നതാണ്. ഖൈറുൻ, അവർക്ക് എല്ലാം നന്മയായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, മിനൽ മുഅ്മിനി ളഈഫ്, ദുർബലമായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കരുത്തുള്ള, പവറുള്ള, ശക്തിയുള്ള ഒരു സത്യവിശ്വാസിയെയാണ് എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. കുല്ലു ഖൈറുൻ, അവർക്ക് എല്ലാം ഖൈറാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് നന്മയായാലും തിന്മയായാലും എല്ലാം അവർ ഖൈറായിട്ട് മാത്രമേ അതിനെ കാണുകയുള്ളൂ. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ശക്തിയായ നല്ല പവറുള്ള ഒരു വിശ്വാസിയെയാണ് എന്നതാണ്. എന്താണ് ഈ ശക്തി, ഈ ഖുവ്വത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് കായികപരമായ ശക്തിയാണോ ശാരീരികമായ ശക്തിയാണോ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ഉദ്ദേശിച്ചത്? അല്ല. പണ്ഡിതന്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിന് വ്യാഖ്യാനം നൽകുന്നത് ഖുവ്വത്തുൽ ഈമാൻ വ ഖുവ്വത്തുൽ അബ്ദാൻ എന്നാണ്. ഖുവ്വത്തുൽ ഈമാൻ എന്ന് പറയുന്നത് ശക്തിയുള്ള ഈമാൻ, ശക്തമായ ഈമാനുള്ള ഒരാളെ സംബന്ധിച്ച് മാത്രമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാം ഖൈറായി കാണുവാൻ സാധിക്കുകയുള്ളൂ. ശുദ്ധ ഖുർആൻ അത് തന്നെയാണ് പറയുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ തളരേണ്ടവരെല്ലാം വിശ്വാസികൾ. എന്നാൽ തീർച്ചയായും ദൈവത്തിന്റെ കൂടെ അവർക്ക് ഒരു എളുപ്പമുണ്ട്. വീണ്ടും ഖുർആൻ പറയുകയാണ്, തീർച്ചയായും ദൈവത്തിന്റെ കൂടെ ഏതൊരാൾക്കും ഒരു എളുപ്പമുണ്ട്.
ഉള്ളവൻ, ഖുവ്വത്തുൽ അബ്ദാൻ ശാരീരികമായ ശക്തിയുള്ളവൻ. ഈ രണ്ട് ശക്തിയുമുള്ളവർക്ക് മാത്രമാണ് ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ധന്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. ഏത് പരീക്ഷണത്തെയും അതിനെ നേരിടേണ്ടവരാണ് വിശ്വാസികളെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആരെങ്കിലും അല്ലാഹുവിൽ ധരമേൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു ഒരു എളുപ്പമുള്ള വഴി കാണിച്ചു കൊടുക്കുമെന്നാണ്. പലർക്കും പല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനെ കുറിച്ചുള്ള തവക്കുൽ ബോധം നഷ്ടപ്പെടുകയാണ്. അവർ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നു. അതേപോലെ തന്നെ ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും അനിസ്ലാമികപരമായ പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ തവക്കുൽ ബോധമില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് ആരെങ്കിലും അല്ലാഹുവിൽ ധരമേൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു അവന്റെ വഴി വളരെ കൃത്യമായി തുറന്നു കൊടുക്കുന്നതാണ്. എങ്ങനെ അവർ കണക്കാക്കാത്ത വിധത്തിൽ അവർക്ക് റിസ്കുകൾ അല്ലാഹു നൽകുന്നതാണ്. വല്ലവരും അല്ലാഹുവിൽ ധരമേൽപ്പിക്കുന്ന പക്ഷം അവരെ അല്ലാഹു തന്നെ മതിയാവുന്നതാണ്. തീർച്ചയായും അല്ലാഹു തന്റെ കാര്യം സാധിക്കുന്നവരാകുന്നു. അവന്റെ ഓരോ കാര്യത്തിലും അല്ലാഹു അവർക്ക് ഓരോ ക്രമങ്ങൾ അധീനപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുവ്വത്തുൽ അബ്ദാനും അതേപോലെ തന്നെ ഖുവ്വത്തുൽ ഈമാൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരായിരിക്കും രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുക. നിങ്ങൾ നോക്കൂ, പല പള്ളികളിലെയും മുമ്പിലെ സ്വത്തിനാരായിരിക്കും യുവാക്കളല്ല, കഴിയാതെ പ്രായമായ ആളുകൾ വന്ന് രാവിലെ സുബഹി നമസ്കാരത്തിലടക്കം പള്ളിയിലെ ജമാഅത്തുകളിൽ കൃത്യമായി പങ്കെടുക്കുന്നവരുടെ എണ്ണം ഞാൻ പരിശോധിച്ചു നോക്കിയാൽ വളരെ പ്രായമുള്ള, അതേപോലെ തന്നെ താലിയും അതുപോലെ തന്നെ തലയുമൊക്കെ നിരച്ച പ്രായമുള്ള ആളായിരിക്കും പള്ളിയുടെ ഔവലത്തിലുണ്ടാവുക. യുവാക്കളുടെ പ്രാതിനിധ്യം കുറവായിരിക്കും. ഇത് എന്തുകൊണ്ടാണ്? അവർക്കുണ്ടാവുന്നത് ഖുവ്വത്തുൽ ഈമാനാണ്, അതേപോലെ തന്നെ ഖുവ്വത്തുൽ അബ്ദാനാണ്. ഖുവ്വത്തുൽ ഈമാൻ അതായത് ശക്തമായ ഈമാനുള്ള ഒരാളെ രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുന്നു. അവര് നടന്നുകൊണ്ട് ഫജ്റിന് പള്ളിയിലേക്ക് ജമാഅത്തായി നമസ്കരിക്കുന്നു. അവർക്ക് ഖുവ്വത്തുൽ ഈമാൻ കിട്ടുന്നത് എന്നുകൊണ്ടാണ്. അത് അവർക്ക് ഖുവ്വത്തുൽ അബ്ദാൻ കൂടിയുള്ളത് കൊണ്ടാണ്. ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും അവർ മറക്കാതെ അവര് 5 നേരം കൃത്യമായി ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് ഖുവ്വത്തുൽ അബ്ദാൻ ഉള്ളത് കൊണ്ടാണ്. അതാണ് ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തന്നത്. അൽ മുഅ്മിനു ഖവിയ്യുൻ ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ വഈദ്. അതായത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ശക്തരായ ഒരു വിശ്വാസിയെയാണ് ദുർബലനായ ഒരു വിശ്വാസിയെ കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരും. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു തരുന്നത് നിനക്ക് ഉപകാരമുള്ളത് എന്താണോ അത് മാത്രമേ നീ പ്രവർത്തിക്കാൻ പാടുള്ളൂ. നിന്റെ ദുനിയാവിൽ ഈ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് ഉപകരിക്കണം. നിന്റെ മക്കൾക്ക് അത് ഉപകാരമുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിന്റെ കുടുംബത്തിന് അത് ഉപകാരമുണ്ടായിരിക്കണം. അതേപോലെ തന്നെ സമൂഹത്തിന്, സമുദായത്തിന് നിന്റെ ഒരു പ്രവർത്തനം കൊണ്ട് ഉപദ്രവം ഉണ്ടാവരുത്, ഉപകാരം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നിനക്ക് ഉപകാരമുള്ളത് മാത്രമേ നീ ദുനിയാവിന്റെ കാര്യത്തിലായാലും ആഖിറത്തിന്റെ കാര്യത്തിലായാലും നീ പ്രവർത്തിക്കുവാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. ആഖിറത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എടുത്തു നോക്കൂ. നമ്മുടെ ആഖിറത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. നമസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, സക്കാത്ത്
മറ്റ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, സിക്കുകൾ ചൊല്ലുന്നു, സ്വലാത്തുകൾ അഭ്യർത്ഥിക്കുന്നു. ഇതൊക്കെ ആഗ്രഹത്തിന് വേണ്ടിയാണ് എന്ന്. പക്ഷെ ആ ഉപകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്നത് നരകമാണ് എന്ന് നമ്മളൊക്കെ കേട്ടവരാണ്. അവയിൽ തന്നെ യുക്തി പ്രസാദിക്കല്ലത് എന്നുപറഞ്ഞെത്തി വരായ നമസ്കരിച്ച ഒരു വ്യക്തിക്കാരൻ അല്ലാഹു നമസ്കരിക്കുന്നവർക്കാണ് അല്ലാഹു നാശം എന്ന് പറയുന്നു. അവർക്ക് കൊടുക്കുന്നത് നരകമാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള നമസ്കാരമാണ് ആളുകൾ കാണുവാൻ വേണ്ടി. ഞാൻ എല്ലാ സമയവും പള്ളിയിലേക്ക് പോകുന്നവരാകേണ്ടത് 4 ആളുകൾ അറിയട്ടെ എന്ന ധാരണയിലാണ് അവൻ പള്ളിയിലേക്ക് വന്നുകൊണ്ട് നമസ്കരിക്കുന്നതെങ്കിൽ അവന്റെ നമസ്കാരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. റസൂലുള്ളാഹി രണ്ടാമത് പറഞ്ഞു, നിനക്ക് ഉപകാരമുള്ളത് മാത്രമേ ദുനിയാവിന്റെ കാര്യത്തിലായാലും അതേപോലെ തന്നെ പരലോകത്തിന്റെ കാര്യത്തിലായാലും നീ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞു. മൂന്നാമത് ഹദീസിലൂടെ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, നിനക്ക് ജീവിതത്തിൽ എന്ത് തന്നെ ബുദ്ധിമുട്ടുകളുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും നീ അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും 5 വക്തുകളിലായി 17 പ്രാവശ്യം അല്ലാഹുവിനോട് പ്രഖ്യാപിക്കുന്നത് അല്ലാഹുവേ നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടുകയുള്ളൂ എന്നാണ്. അല്ലാഹുവിന്റെ റസൂല് ചെറിയ കുട്ടിയെ വിളിച്ചുകൊണ്ടുപോലും പറഞ്ഞത് ഇതാ നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രമേ നീ സഹായം തേടാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ ചെറിയ കുട്ടികൾക്ക് പോലും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചു നോക്കൂ. ഇന്ന് പറയുന്നത് എന്താണ്? അല്ലാഹുവിലേക്ക് നേരിട്ട് അടുക്കുവാൻ, നേരിട്ട് അടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഇടയാളില്ലാതെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുവിനോട് സഹായം തേടണം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം എടുത്തു വരികയാണ്. അല്ല, അല്ലാഹുവിന് പുറമെ അവർക്ക് ഒരു ഇടയാളെ സ്ഥാപിക്കണം. ഏതെങ്കിലും ഒരു ശക്തിശേഖരെയോ ബദരീകളെയോ അതല്ലെങ്കിൽ റിഫായിശേഖരെയോ ഇടയാളാക്കിക്കൊണ്ട് മാത്രമേ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഇടയാളെ ആവശ്യമുണ്ട് എന്നാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ഈ ഒരു വിശ്വാസം ആരുടെ വിശ്വാസമാണ്? തന്റെ ഈമാനുള്ള വിശ്വാസമുള്ള ഒരാളുടെ വിശ്വാസമാണോ ഈ ഒരു വിശ്വാസം? അല്ലാഹുവിലേക്ക് അടുപ്പിക്കുവാൻ ഒരു മധ്യവർത്തിയുടെ ആവശ്യം നമുക്ക് ഉണ്ടോ? ഒരു മുശദ്ദി ശൈഖിന്റെ ഒരു റിഫായി ശൈഖിന്റെ ആവശ്യം അല്ലാഹുവിലേക്ക് അടുപ്പിക്കുവാനുണ്ടോ? ഇല്ല. കാരണം ഇത് മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പാരായണം ചെയ്യുമ്പോൾ വ്യക്തമാകും. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. നിങ്ങൾ അറിയണം, ഏ മുസ്ലിമേ, ഏ ജനങ്ങളെ, നിങ്ങൾ അറിയണം, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വഴക്കം. എന്നിട്ട് അല്ലാഹു പറയുന്നത് നോക്കൂ, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ മാ യഅ്ബുദൂഹു ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. അല്ലാഹു ഉപയോഗിച്ച് പറഞ്ഞു നോക്കൂ, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിക്കുന്നവർ, മുഹ്യദ്ദീൻ ശൈഖിനെ, റിഫായി ശൈഖിനെ, ബദരീകളെ അവിടെ അല്ലാഹു ഉപയോഗിച്ചത് മിൻ ദൂനിഹി ഔലിയാഅ, ഔലിയാക്കന്മാരെ സ്വീകരിക്കുന്നവർ പറയുന്നു, ഞങ്ങൾ അവരെ വിളിച്ച് തേടുന്നില്ല, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല, അവരോട് സഹായം തേടുന്നില്ല. അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ മുശദ്ദി ശൈഖിനോട്, റിഫായി ശൈഖിനോട്, അതേപോലെ തന്നെ മഖ്ബൂൽ തങ്ങളോട് ഒക്കെ വിളിച്ച് തേടുന്നത് എന്ന്
വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനോട് ആരാധിക്കുന്നതോടൊപ്പം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരെ യാത്രയെയും മനാസയെയും ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, സഹായം തേടുന്നത് അവരെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂലുകളോട് പറയുന്നത്, നിനക്ക് ജീവിതത്തിൽ എന്ത് തന്നെ പ്രതിസന്ധികളുണ്ടോ, ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടോ, നീ അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. ഒരേ ദയാലുടെയും ആവശ്യം ആ വിഷയത്തിലില്ല എന്ന് റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഹദീസിൽ തുടർന്നുകൊണ്ട് പറയുള്ളൂ, നീ ഒരിക്കലും മടിയന്മാരാകരുത്. നീ അല്ലാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ, നീ ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന വിഷയത്തിൽ, അതേപോലെ തന്നെ നീ കർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ മടിയന്മാരായിക്കൊണ്ട് നീ നിൽക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് നോക്കൂ, പല ആളുകൾക്കും പല വിഷയത്തിലും മടിയന്മാരായി മാറുവാനാണ് ആഗ്രഹം. ജോലി ചെയ്യാതെ എങ്ങനെയെങ്കിലും ജീവിക്കണം, വീടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുക, ആരെങ്കിലും കൊണ്ടുതരുന്ന എന്തെങ്കിലും നാളെ കുട്ടികൾ വാങ്ങിച്ചുകൊണ്ട് കുടുംബം പോറ്റുക, ഇതായിരുന്നു പല ആളുകളും ചിന്തയെങ്കിൽ അല്ലാഹു റസൂൽ പറയുന്നത്, നീ മടിയന്മാരാകും, നീ അധ്വാനിക്കണം. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി, ദുനിയാവിന്റെ ഏതൊരു വിഷയത്തിന് വേണ്ടിയും നീ അധ്വാനിക്കണം. അതുകൊണ്ടാണ് ദുനിയാവിന് വേണ്ടി അധ്വാനിച്ച കാര്യത്തിൽ വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിൽ ദുനിയാവിനെ കുറിച്ച് ഞാൻ റബ്ബിനോട് ചോദിച്ചു, അതോടൊപ്പം അല്ലാഹുവിനോട് ആഖിറത്തിനെ കുറിച്ച് ചോദിച്ചു. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ വിഷയത്തിലായാലും അതേപോലെ ആഖിറത്തിന്റെ വിഷയത്തിലായാലും നീ ഒരിക്കലും മടിയന്മാരായി അലസന്മാരായി മാറരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മടിയെ കുറിച്ച് പറഞ്ഞത് കസിൽ എന്നാണ്. മടി ആൾക്കാരുണ്ടാവുക, ഒരു ഈമാനുള്ള ഒരാൾക്ക് മടി ഉണ്ടാവുകയില്ല. മറ്റു മടി ഉണ്ടാകുന്നത് ആൾക്കാരെ മുനാഫിക്കീങ്ങൾക്കാണ് മടി ഉണ്ടാവുക. മുനാഫിക്കുകളുടെ പ്രത്യേകത എന്താണ്? വിശ്വാസികൾ ചെയ്യുന്ന അതേ കർമ്മങ്ങളൊക്കെ മുനാഫിക്കുകൾ ചെയ്യും. അവർ നമസ്കരിക്കും, അതേപോലെ തന്നെ അത് സക്കാത്ത് കൊടുക്കും, സദഖകൾ ചെയ്യും, പക്ഷെ അവർക്ക് മടിയായിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ എശ നമസ്കാരം കഴിഞ്ഞ മുതലേ സ്വഹാബാക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഇന്ന് എശ നമസ്കാരത്തിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട്, ആ കൂട്ടത്തിൽ അതാ മുനാഫിക്കുകളിൽപ്പെട്ട കുറച്ച് ആളുകളുണ്ട് ആ സഫിൽ നിന്നിട്ടുണ്ട്, എശ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ വിശ്വാസികളുടെ കൂടെ പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ ആരുടെ? വിശ്വാസികളുടെ കൂടെ മുനാഫിക്കുകളും നമസ്കാരത്തിൽ പങ്കെടുത്തു. അപ്പോൾ അവരും നമസ്കരിക്കുന്നവരായിരുന്നു. അതേപോലെ തന്നെ അവര് സദഖകൾ റസൂലുള്ളാഹി ചോദിച്ചാൽ സദഖകൾ നൽകുന്നവരായിരുന്നു. വല്ലാത്തൊരു അത്ഭുതമാണ് വിശ്വാസികളെ പോലെ തന്നെ ആ മുനാഫിക്കുകൾ നൽകുന്നത്. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നുണ്ട്, അവർക്ക് തടസ്സം വരുത്തിയിട്ടില്ല, അനിയുബലവും അവരിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യപ്പെട്ടിട്ടില്ല, അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അവർക്കത് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അവർ ചെലവഴിക്കും. അവർ പാവങ്ങളെ കണ്ടാൽ അവർ ചെലവഴിക്കും. പള്ളിയിലേക്ക് ഒരു 100 രൂപ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കും. അതേപോലെ തന്നെ ഒരു യതീമിനെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ആ മുനാഫിക്കുകളും കൊടുക്കും. എന്നിട്ട് അല്ല പറയുന്നത്, അയ്യുബല അവരിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യപ്പെടുന്നതല്ല. ഇല്ല അന്നഹും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവരെ നിഷേധിക്കുന്നവരായിരുന്നു. അതിനർത്ഥം അവരെ ഉള്ളുകൊണ്ട് അവർ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമില്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശ്വാസമില്ല, പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസമില്ല. അല്ലാഹു കഫറു ബില്ലാഹി വ റസൂലിഹി അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവരെ നിഷേധിക്കുന്നവരായിരുന്നു. വലാ യഖൂന സ്വലാത്ത വലാ യഖൂന സ്വലാത്ത അവർ 5 നേരം നമസ്കരിക്കുന്നവരായിരുന്നു. അവർ 5 നേരം നമസ്കാരത്തിന് വരും. എങ്ങനെയാണ് അവർ വരുന്നത്? ഇല്ലാ വഹും കുസാല മടിയന്മാരായിക്കൊണ്ടായിരിക്കും അവർ പള്ളിയിലൊക്കെ സജീവമായിട്ടുണ്ടാവുക. മടിയന്മാരായിക്കൊണ്ടായിരിക്കും.
അവരെ നമസ്കാരത്തിലേക്കുള്ളതില്ല. എങ്ങനെയെങ്കിലും ഈ നമസ്കാരം ഒന്ന് കഴിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ അവർ പള്ളിയിലേക്ക് വന്നത് 6 മണി കാണിക്കാനാണ്. അവർ 6 മണി കാണിക്കാനാണ്. തറാവീഹ് നമസ്കാരത്തിലൊക്കെ സുദീർഘമായി ഇമാമ് പാരായണം ചെയ്യുന്ന സമയത്ത് ആ പിറകിലിരുന്ന് കൊണ്ട് ഇങ്ങനെ കൂട്ടുമായിരുന്നു. എങ്ങനെയെങ്കിലും ഇയാള് ഒന്ന് ആ നമസ്കാരം കഴിഞ്ഞു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് അല്ലാഹുവിന്റെ പ്രകാരത്തിലൂടെ പറയുവാണ്. അവര് നമസ്കാരത്തിന് വരുന്നില്ല. അവര് മധ്യന്മാരായിക്കൊണ്ട് അലസന്മാരായിക്കൊണ്ട് അതെ എന്റെ വീട്ടിലുള്ള എന്റെ പുതിയ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ പോകാതിരുന്നാൽ എങ്ങനെയായിരിക്കും? എന്റെ അയൽവക്കത്തുള്ള പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ പേർക്ക് പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ അവരെന്താണ് വിചാരിക്കുക എന്ന് വിചാരിച്ച് ഉഷാരായിക്കൊണ്ട് മടിയന്മാരായിക്കൊണ്ടായിരിക്കും അവർ പള്ളിയിലേക്ക് വരുന്നത്. വലായം കിട്ടൂല. അവർ ധനം ചിലവഴിക്കുകയില്ല. വഹും കാരിഹൂൻ. ഇഷ്ടമനസ്സില്ലാതെയാണ് അവർ ദാനധർമ്മങ്ങൾ കൊടുക്കുക. എല്ലാവരും ഇങ്ങനെ നേരായിട്ട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ പോക്കറ്റിലേക്ക് നോക്കുമ്പോഴുണ്ട് മുഷിച്ച ഒരു നോട്ട് 100 രൂപ എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ. ഞാനിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്താണ് വിചാരിക്കുക? അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് അവരാ കുട്ടിയിലേക്ക് ആ ബക്കറ്റിലേക്ക് ദാനധർമ്മങ്ങൾ ഇടുന്നത്. അല്ലാഹുവിൻ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇതൊന്നും അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. ഇതൊന്നും അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് വിശുദ്ധ ഖുർആനൊക്കെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളുടെ ഈമാനിന് കൂവത്തുണ്ടായിരിക്കണം. നമ്മളുടെ ഈമാനിന് കൂവത്തുണ്ടെങ്കിൽ നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്റെ റബ്ബിനെ മാത്രമേ എനിക്ക് എന്റെ കർമ്മങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുവാനുള്ളൂ. എന്റെ കർമ്മങ്ങളെ കുറിച്ച് റബ്ബിനോട് മാത്രമേ ബോധ്യപ്പെടുത്താനുള്ളൂ. അതുകൊണ്ടാണല്ലോ മഹാന്മാരായ സ്വഹാബാക്കൾ അവരുടെ കർമ്മങ്ങളെ കുറിച്ച് അവർക്ക് തന്നെ പേടിയായിരുന്നു, അവർക്ക് തന്നെ ഭയമായിരുന്നു. എന്റെ ഈ കർമ്മം അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ളത്, എന്റെ കർമ്മം അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ളത്. ഒരു ചരിത്രങ്ങളുടെ മുന്നിൽ വെക്കട്ടെ. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വലിയ ഒരു സ്വഹാബിയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സദസ്സിൽ പങ്കെടുത്ത ദർസിൽ പങ്കെടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ ശർഫാക്കപ്പെട്ട നാവിൽ ഉതിർന്ന് വീഴുന്ന ഓരോ ഹർഫുകളും തകർത്തിയെഴുതിയ വലിയ ഒരു ഹദീസ് മുഹദ്ദിസായിരുന്നു മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഏറ്റവും കൂടുതൽ ഹദീസ് ആ സ്വഹാബിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ സ്വഹാബി മരണത്തിന്റെ ശയ്യയിൽ കിടക്കുകയാണ്. മരണത്തിന്റെ ശയ്യയിൽ കിടക്കുന്ന സമയത്ത് ആ സ്വഹാബിയുടെ ചുറ്റുമായി ഒരുപാട് സ്വഹാബാക്കൾ നിൽക്കുന്നുണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകുകയാണ്. ഒരു ചുറ്റും കൂടുന്ന സ്വഹാബാക്കൾ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ അബീ ഹുറൈറ, ലക്ഷക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ കൃത്യമായി പങ്കെടുക്കാൻ സാധിച്ച ഒരു സ്വഹാബി എന്ന നിലയ്ക്ക് താങ്കൾ മരിക്കുമ്പോൾ മരണത്തിന്റെ ശയ്യയിൽ കിടക്കുമ്പോൾ എന്തിനാണ് താങ്കൾ കരയുന്നത്? ദുനിയാവ് വിട്ടു പോകുന്ന എത്രയാണോ താങ്കൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. അല്ലയോ സഹാബാക്കളെ, ദുനിയാവ് വിട്ട് നിങ്ങളും ഞാനും ഏത് നിമിഷവും പോകും. പക്ഷേ ഞാൻ കഴിയുന്നത് ദുനിയാവിൽ ദീർഘമായ ഒരു യാത്രക്ക് ഒരുങ്ങുകയാണ്. തിരിച്ചു വരാൻ പറ്റാത്ത ഒരു യാത്രക്കാരിലാണ് ഒരുങ്ങുന്നത്. ആ യാത്രയിൽ വേണ്ട വിഭവങ്ങളൊന്നും എന്റെ കൈവശമില്ലല്ലോ, എന്റെ അടുത്തുണ്ടോ, എനിക്കുണ്ടെങ്കിൽ തന്നെ റബ്ബ് സ്വീകരിക്കപ്പെടുമോ എന്ന ഭയസ്ഥാനാണ് ഞാൻ കഴിയുന്നത് എന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അതേ അബീ ഹുറൈറയ്ക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാമത്തിലൂടെ സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ട ആ സ്വഹാബി കഴിയുമെങ്കിൽ നമ്മളുടെ കർമ്മങ്ങളെ കുറിച്ച് നാം ഓരോരുത്തരും ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ഞാൻ സുബഹി നമസ്കാരം ജമാഅത്തായിക്കൊണ്ടാണോ നിർവഹിച്ചത്? നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കണം. ആ ജമാഅത്ത് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ എന്റെ ഈ നമസ്കാരം സ്വീകരിക്കണമേ എന്ന്. അതിനുശേഷം നാം അവിടെ നിന്നുകൊണ്ട് ദുആകൾ ചെയ്തു, ദിക്റുകൾ നിർവഹിച്ചു. അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു. ആ പുസ്തകം അടക്കി വെക്കുന്ന സമയത്ത് റബ്ബേ എന്റെ ഈ ഖുർആൻ പാരായണം നീ സ്വീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോ ഇല്ലയോ? ഞാൻ ചോദിക്കേണ്ടത് എന്റെ മനസ്സിനോടാണ്. നിങ്ങൾ
ഇതാർക്കേ സാധിക്കൂ. റസൂലുള്ള പറഞ്ഞ ശക്തിയുള്ള ഈമാനുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികൾ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി وصلى الله تعالى وسلم على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. അല്ലാഹുവിന്റെ ദീനിന്റെ വിധികൾ പാലിക്കാൻ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുക. ഹദീസിൽ 4-ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദ. നിന്റെ ജീവിതത്തിൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മുസീബത്തുകളും ബാധിച്ചാൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് അത് കിട്ടുമായിരുന്നു എന്ന് നീ പറയരുത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇപ്പൊ കച്ചവടം ഒരാൾ തുടങ്ങി, അയാൾ തുടങ്ങുമ്പോൾ അയാൾ പറയുകയാണ് ഈ കച്ചവടം തുടങ്ങേണ്ടത് ആവശ്യമൊന്നുമില്ല, നിനക്ക് അവിടെ തുടങ്ങിയാൽ അതിന്റെ ലാഭവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാതെ അദ്ദേഹം അവിടെ ഒരു ബിസിനസ് നടത്തി ഒരു കച്ചവടം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ലാഭമില്ല, അദ്ദേഹത്തിന്റെ കച്ചവടം കുറഞ്ഞപ്പോ മറ്റാൾ പറയാൻ ഞാൻ അന്നേ പറഞ്ഞിട്ടില്ല എന്നോട് അവിടെ തുടങ്ങാൻ, ഞാൻ എന്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ നിനക്ക് ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറയാൻ ഒരു വിശ്വാസത്തിന് പാടില്ല എന്നാണ്. നീ ഒരു പ്രവർത്തനം ചെയ്തു, അല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും ബാധിച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നീ പറയാൻ പാടില്ല എന്നുള്ളത്. പല ആളുകളും കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെ കച്ചവട ബിസിനസ് രംഗത്തേക്ക് വരുമ്പോഴൊക്കെ ഇത് നമുക്ക് പറയാൻ കാണും. സാധാരണ പറയാനുള്ള കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പുതിയാപ്പ അന്വേഷിച്ചു, അതല്ലെങ്കിൽ ഒരുപാട് പെണ്ണിനെ അന്വേഷിച്ചു, അതല്ലെങ്കിൽ ഒരുപാട് ചെക്കനെ അന്വേഷിച്ചു, അവസാനം ഒരാൾ കിട്ടി. അപ്പോൾ പറയുകയാണ് ഞാൻ അതേ പറഞ്ഞിട്ടില്ലേ ആ കുട്ടിയെ കല്യാണം കഴിക്കണ്ടായിരുന്നു, അതല്ലെങ്കിൽ അവരെ പുതിയാപ്പയായി എടുക്കണ്ടായത് ഞാൻ അതേ പറഞ്ഞിട്ടില്ലേ. കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയില്ലേ, പ്രയാസങ്ങൾ തുടങ്ങിയിട്ടില്ലേ. ഞാൻ മനസ്സിലാക്കേണ്ടത് നിനക്ക് വിധിച്ചത് മാത്രമേ അല്ലാഹു ഈ ഭൂമിലോകത്ത് നൽകപ്പെടുകയുള്ളൂ എന്നാണ്. നീ ആരെ വിവാഹം കഴിക്കണമെന്ന് നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നീ കിടക്കുന്ന സമയത്ത് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന തറവാട്ടിലെ, ഇന്ന കുടുംബത്തിലെ, ഇന്ന ആളുടെ മകനെ ആയിരിക്കണം നീ വിവാഹം കഴിക്കേണ്ടത് എന്ന ഒരു തീരുമാനം അല്ലാഹു നിനക്ക് മുമ്പ് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിന് എത്ര തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയാലും ആ പെണ്ണിനെ മാത്രമേ നിന്റെ ആ ആയുസ്സിനെ ഏത് സമയത്താണോ വിവാഹം കഴിക്കുന്നത് ആ വിവാഹത്തിൽ നിനക്ക് അല്ലാഹു നിശ്ചയിച്ചു തരികയുള്ളൂ. ആ ഒരു ബോധമാണ് ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന് എതിരായുള്ള പൈശാചികമായ വർത്തമാനം പറയാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, 5-ാമതായി വലാകിൻ ഒരു ഈമാനുള്ള വിശ്വാസം പറയുക, അല്ലാഹു എനിക്ക് എന്താണോ കണക്കാക്കിയത്, എന്താണോ അല്ലാഹു ഉദ്ദേശിച്ചത് അത് മാത്രമാണ് എനിക്ക് ലഭിച്ചത്. അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രമാണ് എനിക്ക് ലഭിച്ചത്. ജോലിയിലേക്ക് പോയി അവൻ പ്രതീക്ഷിച്ച ജോലിയല്ല കിട്ടിയത്, അവൻ അതിതൃപ്തിയായോ? അതെ, അല്ലാഹു എനിക്ക് നിശ്ചയിച്ചതാണ് ഈ ജോലി, അല്ലാഹു എനിക്ക് നിശ്ചയിച്ചതാണ് ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തൃപ്തിയായോ? മക്കളെ പഠിപ്പിച്ചു, വലുതാക്കി, മക്കളൊക്കെ വലിയ ഉന്നതിയിലെത്തുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത്. റിസൾട്ട് കഴിഞ്ഞു, പ്ലസ് ടു കഴിഞ്ഞു, അങ്ങനെ കഴിഞ്ഞാൽ